ഹലോ ഫ്രണ്ട്സ്, SSC കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് തരിമണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. റവ മണ്ട എന്നൊക്കെ പറയും. റെസിപ്പിയിലിട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. കാണുമ്പോൾ ഏകദേശം സമൂസയുടെയൊക്കെ ലുക്ക് ഉണ്ടെങ്കിലും ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ. ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വറുത്ത റവയൊന്നുമല്ല, നോർമലായിട്ടുള്ള റവ. അതിനെ ഒന്ന് നമ്മൾക്ക് ഫ്രൈ പാനിലിട്ടിട്ട് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇട്ടെടുത്തിട്ടുള്ളത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റവയൊക്കെ നമ്മൾ എന്നും വറുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതിവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഓഫ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് 6 kg ഗീയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അതൊരു 3 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു പാൻ വെച്ചിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇതിലേക്ക് 7-8 കുഞ്ഞുള്ളിയില്ലേ, ചെറിയ ഉള്ളി, അത് ചെറുതായി നുറുക്കി അരിഞ്ഞിട്ടുണ്ട്. അതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഒന്ന് നമ്മൾക്ക് ഇതിനെ വഴറ്റാം. ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് കുറച്ച് റൈസിൻസ് ആണ്, ഗോൾഡൻ റൈസിൻസ്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് നമ്മൾക്ക് ഇതിനെ മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ചെറിയ ഉള്ളിയും ഈ മുന്തിരിയൊക്കെ ഇടുന്നത് അവോയ്ഡ് ചെയ്യാം. വെറും ഗീ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നെയ്യ് മാത്രം. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ കുഞ്ഞുള്ളിൻ്റെ തന്നെ നല്ല സ്മെല്ലുണ്ട് ഇത് കഴിക്കുന്ന ടൈമിൽ. ഗീയും നല്ല ഗീ അല്ലേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ നല്ല ഫ്ലേവറൊക്കെ തന്നെയാണ്. എന്നാലും കുറച്ചുകൂടി ഫ്ലേവർ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഏലക്കപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ വരെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ല പോലെ നമ്മൾ ഇതിനെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് നല്ല ഫുൾ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയും ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ആ ടൈമിൽ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ മാവ് തയ്യാറാക്കാന്ന്. അതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പച്ചവെള്ളത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കാം. നമ്മളുടെ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ബോൾസ് ആക്കിയിട്ട് ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഫില്ലിങ് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. 2 കപ്പ് റവക്ക് 1/4 കപ്പ് ഷുഗർ. അപ്പോൾ 1 കപ്പ് റവക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലെ ഷുഗറൊക്കെ എല്ലാ സൈഡിലേക്കും ആകത്തക്ക വിധത്തിൽ നമ്മൾ ഒന്നിതിനെ മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിലും നമ്മൾക്ക് ഏലക്കയുടെ ഫ്ലേവർ കൂടുതൽ വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി ഏലക്കപ്പൊടി ചേർത്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. നമ്മളപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഒന്ന് നല്ല പോലെ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഇത് പരത്തിയിട്ട് നല്ലോണം തിന്നായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പരത്തുന്ന ഇതൊക്കെ കാണുന്നുണ്ട് ഇതെടുക്കുന്ന ടൈമിൽ. അത്രയ്ക്കും തെളുപ്പായിട്ടാണ് ഇത് പരത്തിയെടുക്കേണ്ടതുള്ളത്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഈ ഷേപ്പിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. സമൂസയുടെ ഷീറ്റൊക്കെ ഇല്ലേ, ആ ടൈപ്പിലോ ഏത് ടൈപ്പിൽ വേണമെങ്കിലും നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ സമൂസേൻ്റെ ഒക്കെ ഒരു ഷേപ്പില്ലേ, ആ ഷേപ്പ് പോലെ ആക്കിയിട്ട് ഇതിലേക്ക് ഫില്ലിങ് നിറച്ചെടുക്കാമെന്ന്.
ഇതിലേക്ക് മൈദയുടെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളവും മൈദയും മാത്രമാണ്. ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലത്തെ ഭാഗം ഇതിലേക്ക് തന്നെ ഈ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എനിക്ക് ഈ ഷേപ്പിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ റവ മണ്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിനെ നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ സമൂസയുടെ ഷീറ്റാണ് ഇതോടെ എടുത്തിട്ടുള്ളത്. സമൂസയുടെ ഷീറ്റിലും നമ്മൾക്ക് കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. അതും എളുപ്പത്തിലാവും. അപ്പോൾ നമ്മൾക്ക് ഈ പരത്തിയിട്ട് എടുക്കേണ്ട ആ പ്രൊസീജിയറൊക്കെ ഒഴിവാവും. അത്രയൊന്നും സമയവും വേണ്ട, എളുപ്പത്തിൽ തന്നെ ആയി കിട്ടുന്നുണ്ട്. അങ്ങനെ സമൂസയുടെ ഷീറ്റിലും ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് റവ മണ്ട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്തിട്ട് നോക്ക്. ഇത് ഇഷ്ടമുള്ളവർ. മുമ്പൊക്കെ നമ്മൾ നാട്ടിൽ പോയാൽ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമായിരുന്നു ഈ റവ മണ്ട. ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാറാണ്. ഇത് വേറൊരു ടൈപ്പിൽ ഞാൻ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇതിനെ പരത്തിയെടുത്തതാണ് കേട്ടോ. ആദ്യം കുറച്ച് ഷേപ്പൊക്കെ മാറിയിട്ടല്ലേ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനെ കുറച്ച് വലിയ ചപ്പാത്തി ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 4 എണ്ണം ആക്കിയിട്ട് മുറിച്ചിട്ട് അങ്ങനെയും അതിലേക്ക് നമ്മൾക്ക് 4 ഇതുപോലത്തെ കോണാക്കി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഫില്ലിങ് നിറച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ 2 എണ്ണം ആക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ആരും മടിക്കണ്ട, എല്ലാവരും വീട്ടിൽ തന്നെ റവ മണ്ട ഇഷ്ടമുള്ളവർ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് നോക്ക്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും ഇത് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇത് മധുരം ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇഷ്ടപ്പെടും. എനിക്കൊത്തിരി ഇഷ്ടമാണ് മധുരമുള്ള എന്ത് റെസിപ്പി ആണെങ്കിലും. ഇത് കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് നമ്മൾക്ക് വേണുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റും. അങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് 1 മാസം വരെ വെക്കാം. അങ്ങനെയുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ ഇത്. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.